ഈ വീണ ജോർജിൻ്റെ ഈ ആക്രമണം എന്ന് പറയുന്ന സംഭവം തനി തട്ടിപ്പായിരുന്നുവെന്നും അത് വെറുമൊരു നാടകമായിരുന്നുവെന്നും അത് അടപടലം പൊളിഞ്ഞുവെന്നും കാണാൻ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. അതെ. അപ്പം യഥാർത്ഥത്തിൽ കേസുവിൻ്റെ പിള്ളേരുടെ ശരീരം ഇവരുടെ ശരീരത്തിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ പെടലിക്ക് എന്തോ ഉളുക്കാണ് സംഭവിച്ചത്. ആ പെടലിക്ക് ഉളുക്ക് സംഭവിച്ചത് ഈ പോലീസുകാർ ഇവരുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പെട്ടെന്ന് ഒന്ന് സ്പർശിക്കുകയോ അങ്ങോട്ട് തിരിയോ ഒക്കെ ചെയ്തുകൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. നമസ്കാരം. 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിന്റെ അഭിമാനമായ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ കരിങ്കൊടി കൊണ്ട് ആക്രമിച്ചത്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിലായിരുന്നു. വെളുപ്പാങ്കാലത്ത് ഡിസ്ചാർജ് ചെയ്തിപ്പോൾ വീട്ടിലാണെന്നാണ് അറിയുന്നത്. ഇത്തരം ഈ പൊറാട്ട് നാടകങ്ങൾ ഒരുപാട് സഖാക്കളുടെ ജീവനും ജീവിതവും ഒക്കെ ത്യജിച്ച് ഈ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളും പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തിൽ ചായക്കടയിൽ നിൽക്കുന്നവരെയും അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നവരെയും പെട്ടെന്നൊരു ദിവസം പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ കാണിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി ജനങ്ങളുടെ ബോധ നിലവാരം ഒരു 1000കണക്കിന് ഇരട്ടി വർദ്ധിച്ചു എന്നുള്ള കാര്യം നമ്മൾ കാണണം. കാരണം ഞാനിപ്പോൾ ആലോചിക്കാറ്, ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് PS-ൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളില്ല. അന്ന് TV ചാനലുകളാണുള്ളത്. അന്ന് ഈ CCTV കാര്യങ്ങൾ ഇതൊന്നും ഇതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പം അന്നൊക്കെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ഒരു ബോധ നിലവാരം, കാരണം അന്നിപ്പം TV ചാനലുകൾ എന്ന് പറഞ്ഞാൽ TV ചാനലുകൾ കാണിക്കുന്നതേ ആളുകൾ കാണുള്ളൂ. അതെ, കാണിച്ചില്ല. നമ്മളൊക്കെ അന്ന് PS-ൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞാൽ എല്ലാ പത്രക്കാരോടൊക്കെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മളിതൊക്കെ ചെയ്തത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവ് മാത്രമല്ല, ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ തന്നെ ഉപയോഗം. ഇപ്പോൾ മൊബൈൽ ഫോൺ എന്ന് വെച്ചപ്പോൾ 4 കോടിയാണ് നമ്മുടെ ജനസംഖ്യയെങ്കിൽ 4.5 കോടി മൊബൈൽ ഫോൺ ഉണ്ടെന്നാണ്. അതെ അതെ. അതിൽ ഏതാണ്ട് ഒരു 70% മറ്റേ ഇതാണ് സ്മാർട്ട് ഫോണുകളാണ്. അപ്പം ആ സാഹചര്യത്തിൽ എന്ത് സംഭവം നടന്നാലും അത് വീഡിയോയിൽ പകർത്തപ്പെടുകയും ആ വീഡിയോയിൽ പകർത്തുന്ന ആർക്കും അത് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ ഈ സോഷ്യൽ മീഡിയയുടെ ടെക്നോളജി വലിയ തോതിൽ വളർന്നു കഴിയും. വളരെ ചീപ്പായി ഈ കാര്യം. നിങ്ങൾക്ക് ഒരു സാധനം എടുക്കുക, നിങ്ങളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയാണെന്ന് വെച്ചാൽ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്യുക. അപ്പം ആ പശ്ചാത്തലത്തിൽ എന്ത് തന്നെ സംഭവങ്ങൾ നടന്നാലും ആ സംഭവത്തിനെക്കുറിച്ച് ആരെന്തു പറഞ്ഞാലും ആ സംഭവത്തിൻ്റെ ശരി തെറ്റുകൾ ജനങ്ങൾക്ക് നേരിട്ടറിയാനും വിലയിരുത്താനുമുള്ള ഒരു സംവിധാനം ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടുകൂടി ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പോൾ മന്ത്രിയെ ആക്രമിച്ചു, കൊലപ്പെടുത്താൻ ശ്രമിച്ചു, കൈ പിടിച്ച് തിരിച്ചു, പടരെ പിടിച്ച് തിരിച്ചു എന്നൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുമ്പോഴും അത് നടന്നത് എന്താണെന്ന് നേരിട്ട് കാണാനും വിലയിരുത്താനും മുഴുവൻ ജനങ്ങൾക്കും കഴിയുന്ന ഒരു നിലയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വളർന്നു കഴിഞ്ഞു. അപ്പം ആ പശ്ചാത്തലത്തിൽ ഏതൊരു സംഭവം നടന്നു കഴിഞ്ഞാലും അതിന് ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി വിലയിരുത്താൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. അപ്പം ആ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ വീണ ജോർജിൻ്റെ ഈ ആക്രമണം എന്ന് പറയുന്ന സംഭവം തനി തട്ടിപ്പായിരുന്നുവെന്നും അത് വെറുമൊരു നാടകമായിരുന്നുവെന്നും അത് അടപടലം പൊളിഞ്ഞുവെന്നും കാണാൻ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. അതെ. ഇപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ നോക്കുക. അവരേതോ ഒരു പരിപാടി കഴിയുന്നു, ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു. ഏതാണ്ട് 50ഓളം പോലീസുകാരുണ്ട്, വനിതാ പോലീസുകാർ ഉൾപ്പെടെയുണ്ട്. അവരവിടെ കയറി വരുമ്പോഴത്തേക്കും ആ പ്ലാറ്റ്ഫോമിൻ്റെ വേറൊരു ഭാഗത്ത് 4-5 പ്രവർത്തകർ KSUവിൻ്റെ പിള്ളേർ 4-5 പേര് ഓരോ കഷ്ണം കറുത്ത തുണിയുമായി അങ്ങോട്ട് ചെല്ലുന്നു. ഏതാണ്ട് 100 വാരം മുമ്പിൽ വെച്ച് തന്നെ പോലീസുകാർ അവരെ തടഞ്ഞ് അവരവരുടെ വഴിക്ക് പോകും. മറുഭാഗത്ത് മന്ത്രി എന്താ ചെയ്യുന്നത്? ആരടാ എന്താടാ വാടാന്നും പറഞ്ഞിട്ട് ആക്രമണോത്സുകയായി
അതെ, അവിടെയാണ് കാരണം ഈ സംയമനം പാലിക്കേണ്ട ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ തന്നെ കരിങ്കൊടി കാണിച്ചു, ഇത്രയും വലിയ പരാജയങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും ആ ഒരു പ്രതിഷേധം ഉണ്ടായത്. ഇവരങ്ങോട്ട് ആക്രമിക്കാൻ ചെല്ലുകയാണ്. എനിക്ക് തോന്നുന്നു പോലീസുകാർ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇവർ ചെന്ന് അവരെ അടിച്ചേനെ, KSUക്കാരെ അടിച്ചേനെ. ആ നിലയിലേക്കായിരുന്നു അവരുടെ ഒന്ന് മുഖഭാവവും അവരുടെ ഒരു. ഇവരെ അങ്ങ് നടന്ന് നീങ്ങുകയാണ്. നടന്ന് നീങ്ങുന്ന സമയത്ത് പോലീസുകാർ ആണ് ഇവരുടെ ശരീരത്തിൽ സ്പർശിച്ച് ഇവരെ അതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പുറത്ത് തട്ടുവോ തിരിയോ ഒക്കെ ചെയ്യും. മനസ്സിലായി? അപ്പം യഥാർത്ഥത്തിൽ KSUവിൻ്റെ പിള്ളേരുടെ ശരീരം ഇവരുടെ ശരീരത്തിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ പെടലിക്ക് എന്തോ ഉളുക്കാണ് സംഭവിച്ചത്. ആ പെടലിക്ക് ഉളുക്ക് സംഭവിച്ചത് ഈ പോലീസുകാർ ഇവരുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പെട്ടെന്ന് നിന്ന് സ്പർശിക്കുകയോ അങ്ങോട്ട് തിരിയോ ഇങ്ങോട്ട് തിരിയോ ഒക്കെ ചെയ്തുകൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴുത്ത് വെട്ടിത്തിരിഞ്ഞാലും ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്. പെട്ടെന്ന് അത് സംഭവിച്ച. എന്നിട്ട് ഇവര് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചൊന്നും ഇവരുടെ ഈ പറഞ്ഞ പോലെ പരിക്കിന്റെ ഒരു തിയറി അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇവരത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെല്ലുന്നു. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്ന് കഴിഞ്ഞിട്ട് AM ഷംസീറിനെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ള നിലയിൽ അസുഖം കൂടിയത്. അങ്ങനെയാണ് മനസ്സിലായത്. അവിടെ വെച്ചിട്ടാണ് ഈ മർദ്ദിച്ചു എന്നുള്ള തിയറി ഡെവലപ്പ് ചെയ്തത്. എന്നാൽ ഭാഗ്യവശാൽ എന്താ സംബന്ധിച്ച് ഈ സംഭവത്തിൻ്റെ ആദ്യാവസാനമുള്ള കാര്യങ്ങൾ മുഴുവൻ ദൃശ്യവൽക്കരിക്കപ്പെട്ടു. ആ ദൃശ്യത്തിൽ കൂടെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണ്? നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ് അവരുടെ ശരീരത്തിൽ ഈ കേസിൻ്റെ പിള്ളേർ തൊട്ടിട്ടില്ല എന്നുള്ളത് കണ്ടു. അതെ. പക്ഷെ അതിനിടയിൽ തന്നെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയണം അവരെ കൊല്ലാൻ നോക്കി അവരുടെ കൈ ഒടിച്ചോ കൈ പിടിച്ചു തിരിച്ചോ അവരുടെ പെടൽ എന്ന് വെച്ചാൽ അത്രയ്ക്ക് തരംതാണോ ഇവിടുത്തെ രാഷ്ട്രീയം. അത് അവിടെയാണ് വിഷയം. അതെ. എന്നിട്ട് കണ്ണൂരിൽ പ്രകടനം നടക്കുന്നു, മുദ്രാവാക്യം നടക്കുന്നു, കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നു, അവിടുത്തെ DC ഓഫീസ് ആക്രമിക്കുന്നു, ഇതൊക്കെ നടക്കും. അപ്പം മുഖ്യമന്ത്രി അതിൻ്റെ ഇടയിൽ പ്രസ്താവന വരുന്നു. അപ്പം ആ നിലയിലേക്ക് അത് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇവിടെ നടന്നത് എന്നുള്ള തരത്തിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ തങ്ങൾക്കൊരു വജ്രായുധം കിട്ടി. അപ്പം അതിൻ്റെ പേരിൽ കേരളത്തിൽ മുഴുവൻ കലാപം ഉണ്ടാക്കുക. കലാപമില്ലാത്ത 10 വർഷങ്ങളെന്നാണ് പരസ്യം. പക്ഷെ ഇതിലൂടെ കലാപം ഉണ്ടാക്കുകയും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ആ നിലയിലേക്ക് പോകാം എന്നായിരുന്നു കരുതിയത്. പക്ഷേ അത് അടപടലം പൊളിഞ്ഞത് ജനത്തിന് മനസ്സിലായി ഇതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് നാടകമായിരുന്നുള്ളത് മനസ്സിലായി. 1. 2, ഇതൊരു ആക്രമണമാണെന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും 2013-ലോ 2014-ലോ മറ്റോ 2013-ലോ മറ്റോ ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന ഒരാക്രമണം ആളുകളുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് കയറി വരും. അതും ഇവർക്ക് ദോഷം ചെയ്തു. അത് യഥാർത്ഥത്തിൽ ഈ CPM-ന് ദോഷം ചെയ്യുകയാണ് ചെയ്തത്. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ അയാളെ കല്ലെറിഞ്ഞു. അയാളെ കല്ല് വന്ന് അയാളുടെ നെഞ്ചത്ത് വീണു. നെഞ്ചത്ത് വീണപ്പോഴത്തേക്കും പിണറായി ചോദിച്ചെന്നാണ്, നെഞ്ചും കൂടുതൽ ഇത്രയും തൊലിക്കെട്ടി ഉണ്ടോന്നാണ് ചോദിച്ചത്. അന്ന് ആ കല്ല് അയാളുടെ ദേഹത്ത് വീണപ്പം ഉണ്ടായ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തി. രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് ഉണ്ടായ സമയത്ത് തന്നെ പിന്നെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യാൻ പോയിരുന്നു രമേശ് ചെന്നിത്തല. അയാളായിരുന്നു KPC പ്രസിഡന്റ്. പക്ഷെ ആദ്യം വന്ന കോള് ഒരു പ്രതിഷേധവും പാടില്ല. അതാണ് ഉമ്മൻചാണ്ടി. അപ്പം അതെല്ലാം ആളുകളുടെ മനസ്സിലേക്ക് വന്നു. മനസ്സിലായോ? അപ്പം ഇവിടെ ഇല്ലാത്ത ഒരു കഥ കാണിച്ച് കലാപം സൃഷ്ടിച്ച് സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ പോകാൻ ശ്രമിക്കുമ്പോൾ അന്ന് ഇതിനേക്കാൾ 10 മടങ്ങ് ഒരു മുഖ്യമന്ത്രിക്കാണ്, ഓർക്കണം. അതെ, മുഖ്യമന്ത്രിക്കിട്ട് തന്നെ കല്ലെറിഞ്ഞ്. ഇന്നത്തെ മുഖ്യമന്ത്രി എങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര പേര് മരിക്കുമായിരുന്നു ദൈവത്തിനറിയാം. എത്ര പേര് മരിക്കുമായിരുന്നു നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് 4 പേര് പ്രതിഷേധിച്ചപ്പോൾ തന്നെ അവരുടെ തലതല്ലി പൊളിച്ചു. അതുപോലെ തന്നെ ഇയാളുടെ വാഹനവ്യൂഹം പോയി കഴിഞ്ഞിട്ടും ഇയാളുടെ അംഗരക്ഷകൻ ചെന്നിട്ട് KSU പിള്ളേരെ അടിക്കാൻ ചവിട്ടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. മനസ്സിലായി? അപ്പം ഇതൊക്കെ നടക്കുമ്പോൾ ഒന്ന് നടക്കുന്നതിലെ ശരി തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ജനത്തിന് നേരിട്ട് കഴിയും. അവർക്ക് ആരുടെ ഇടനിലയുടെ ആവശ്യമില്ല. 2, ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആളുകളുടെ ചിന്തയിൽ വരും. 2, പിന്നെ അത്രയും തന്നെ പ്രധാനപ്പെട്ടൊരു സംഭവം ഇപ്പോൾ വാചാലമാകുന്ന എന്തിനെക്കുറിച്ചിട്ടാണ്? ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെക്കുറിച്ചിട്ട്, പ്രതിഷേധത്തിൽ എത്രത്തോളം ജനാധിപത്യം വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വാചാലമാകുകയാണ് CPM-ൻ്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും. അത് പറയാൻ എന്തെങ്കിലും അവകാശമുള്ളവരാണോ ഇവർ? അപ്പം ജനാധിപത്യ വിരുദ്ധമായി ഒരുപാട് സമരം ചെയ്തിട്ടുള്ള
ഇവർ. ഇപ്പം പാറയിൽ സാജൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മരിച്ചത്? ഇവരുടെ പീഡനം കൊണ്ടാണ് മരിച്ചുപോയി. 2012 CPM വിട്ട ഒരു മനുഷ്യനെ 51 വെട്ടി കൊന്നവരാണ് ഈ ജനാധിപത്യത്തിൻ്റെ കാവൽ മാലാഖകളാകുന്നത്. കാസർഗോഡ് പിന്നെ കൃപേഷിനെയും ശരത്ലാലിനെയും അവരുടെ തല തല്ലിപ്പൊളിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയവര്, ഷൊഹൈബിനെ കൊന്നവര്, 100-200 പേര് നോക്കി നിൽക്കുമ്പോൾ ഒരു 21 വയസ്സുകാരനായിട്ടുള്ള അരീഷ് ഷുക്കൂറിന്റെ പെടലി അറുത്ത് അയാളെ നിഷ്ഠൂരമായിട്ട് കൊന്നവരാണ് ഇപ്പൊ ഈ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇതെല്ലാം തന്നെ ജനങ്ങൾ കാണുന്നുണ്ട് എന്താണ് നടക്കുന്നത്, ശരി എന്താണെന്ന് അവർക്ക് ബോധ്യമാകുന്നുണ്ട്, തെറ്റെന്താണെന്നുള്ള അവർക്ക് ബോധ്യമാകുന്നു. ഇതെല്ലാം തന്നെ ഇത് തന്നെയല്ലേ നമ്മൾ ഒരു 2 വർഷം മുമ്പ് ഇൻഡിഗോയിൽ നടന്നത്. അത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ എഴുന്നേറ്റവരെ മുഖ്യമന്ത്രിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. ഇവിടെ കേസ് വീണ ജോർജിന്റെ കേസിൽ പ്രതിയാക്കപ്പെട്ട KSUക്കാരന്റെ വീട്ടിൽ ബോംബെറിഞ്ഞു ഇന്നലെ മെനഞ്ഞാന്ന്. ഇതിപ്പം നമ്മൾ ആലോചിച്ചു നോക്കും. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന DGPയെ പോലുള്ള ആളുകളൊക്കെ എത്ര വെറും കാശിന് കൊള്ളാത്തവരാണെന്ന് തെളിയാണ്. വധശ്രമത്തിന് കേസെടുക്കുകയാണ് KSUക്കാരന്. 100 വാരെ അടുത്ത് പോലും വരാവുന്നവരാണ് അവര് മന്ത്രിയുടെ ദേഹത്ത് സ്പർശിക്കുന്നത് സംബന്ധിച്ച് ഒരു വിഷ്വൽ പോലും ഇല്ലാതിരുന്നിട്ടും ഇവിടുത്തെ DGP ഒക്കെ ഇത്രയും ഈ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ മുട്ടയിലെഴയുന്നത് കാണുമ്പോൾ ഉള്ള ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിക്കും. ഈ പ്ലെയിനിലെ കാര്യത്തിലും പിന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം വിഷ്വലില്ല. അല്ല, ഇതിലും അത് തന്നെ. കാരണം കേസെടുക്കുന്ന പോലീസിന് വിഷ്വൽ വേണ്ടേ, തെളിവ് വേണ്ടേ? കോടതി ചെല്ലുമ്പോൾ കോടതി ചവിട്ടുന്നത് പോലീസുകാരെയാണ്. പോലീസ് എന്ന് ഈ പിണറായി വിജയനും ഇതുപോലുള്ള അവരൊക്കെ കാണിക്കുന്ന ഈ ഒരു കഴിവുകേടിനും ഈ വിട്ടിത്തരത്തിനും മറുപടി പറയേണ്ടതും തലകുനിച്ച് നിൽക്കേണ്ടതും പോലീസുകാരാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് നോൺ ഇഷ്യൂസിലേക്ക് കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് നടത്തുന്ന ഓരോ ശ്രമങ്ങളും തിരിഞ്ഞടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മളെന്ന് ആലോചിക്കുക, മുസ്ലിങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കി, അവർ മുഴുവനെതിരായി. ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് കടന്നു കയറാൻ നോക്കി, മാണി ഗ്രൂപ്പ് വഴി ക്രിസ്ത്യാനികൾ അങ്ങനെ വെളിത്തള്ളിയ സമയത്ത് ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ട് പെട്ടിയിലാക്കി ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമവും ഈ സാധനങ്ങളും എല്ലാം നടത്തിയത്. പക്ഷെ നടത്തിയെങ്കിലും അതിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ അഴിമതിയാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളുടെ വോട്ട് പെട്ടിയിലാക്കാമെന്ന് വിചാരിച്ചതിനും കിട്ടിയൊരു വലിയ തിരിച്ചടി എന്താണ്? കേരളത്തിലെ 40-45% വരുന്ന ഹിന്ദു മതവിശ്വാസികളുടെ മഹാക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായിട്ടുള്ള തന്ത്രി കണ്ഠരര് രാജീവ് വരെ ഒരു തെറ്റും അയാൾ ചെയ്തില്ല എന്ന് കോടതി പറഞ്ഞിട്ട് അയാളെ 41 ദിവസം ഇട്ട് പിടിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ പെരുങ്കൊള്ളയിൽ പങ്കാളികളാണെന്ന് ജനം വിശ്വസിക്കുന്ന CPM-കാരെല്ലാം പുറത്തു നിൽക്കുന്നു. അപ്പം യഥാർത്ഥത്തിൽ പിന്നെ എവിടുന്നാണ് ഇവർക്ക് വോട്ട് കിട്ടുന്നത്? അത് പിന്നെ വേടനും കൂട്ടരും ഉണ്ടല്ലോ. അതെ, മുസ്ലിങ്ങളുടെ വോട്ടില്ല, ഹിന്ദുക്കളുടെ വോട്ടില്ല, ക്രിസ്ത്യാനികളുടെ വോട്ടില്ല. ഇവരുടെ വോട്ട് ബാങ്കിന്റെ തന്നെ വലിയൊരു വിഭാഗം അവർക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നു. അപ്പം ഇതെല്ലാം കയ്യിൽ നിന്ന് പോകുന്നു. അവരെ പറഞ്ഞ പോലെ ഉത്തരത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല, കക്ഷത്തിൽ നിന്ന് പോവുകയും ചെയ്യുന്നുള്ളൊരു സ്ഥിതി വരുമ്പോഴാണ് ഇതുപോലെയുള്ള ഈ വീണ ജോർജ് പോലുള്ള വിഷയങ്ങൾ വലിയ സംഘർഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടപടലം പൊളിഞ്ഞു വീഴുകയും പരിപൂർണമായി ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുകയും വിവസ്ത്രരാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഇപ്പോൾ UDF, എനിക്ക് തോന്നുന്നു UDF 2011 അല്ല LDF 2011 2 സീറ്റിന് തോറ്റു. പിന്നെ എനിക്ക് തോന്നുന്നു 2001 40 സീറ്റിലേക്ക് UDF ഒതുങ്ങുന്നത്. എനിക്ക് തോന്നുന്നു 2021 അല്ലല്ല UDF അതെ അല്ല ഞാൻ പറഞ്ഞത് സോറി LDF 2001 40 സീറ്റിലേക്ക്. അതിനുശേഷം പിന്നെ 2011 ഇത്തിരി. അപ്പം എനിക്ക് തോന്നുന്നു 2001 LDF-നുണ്ടായിട്ടുള്ള ഒരു പരാജയം, ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു പരാജയമെങ്കിലും 2026 LDF നേരിടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം തിരിഞ്ഞടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്
കാൽ നൂറ്റാണ്ടിന് ശേഷം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു തിരിച്ചടി LDF നേരിടാനുള്ള സാധ്യതയാണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പുതിയ ഒരു സംഭവമാണ് ഈ വീണ ജോർജിൻ്റെ സംഭവം എന്ന് നമുക്ക് വിലയിരുത്താം. അതെ, ഈ പൊളിഞ്ഞു പോയ ഒരു നാടകം കൂടിയാണ് വീണ ജോർജിൻ്റെ ഈ ഒരു നാടകം. അതായത് കാലം ഇത്രയും വികസിച്ചിട്ടുണ്ടെന്നും നമ്മുടെ ഓരോ ചലനങ്ങൾ പോലും ഒപ്പിയെടുക്കാനായി പൊതുനിരത്തുകളിൽ CC ക്യാമറകൾ ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള സ്ഥലങ്ങളിൽ CC ക്യാമറകൾ, ആൾക്കാരുടെ കയ്യിൽ മൊബൈലുകൾ ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഈ മണ്ട ശിരോമണികൾ മറന്നു പോകുന്നു. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് കേസെടുക്കാമെന്നുള്ളതാണ്. കേസെടുക്കുക, ഈ പ്രതികളെ കുറച്ച് ദിവസം റിമാൻഡ് ചെയ്യുക, കോടതി ചെല്ലുമ്പോൾ പോലീസിനെ ചവിട്ടിയെടുത്ത് കോടതി വെളിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഈ കേരളം ഇത്രയും അധപതിച്ചത്, ഞാൻ ഈ പറയുന്നത് പോലെ ഈ 10 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് കേരളം ഇത്രയും അധപതിച്ചത്. ഒരു തവണ കൂടി അധികാരത്തിൽ വരാം, ക്ലിഫ് ഹൗസിൽ സുഖിച്ചു വാഴാം എന്ന് പിണറായി വിജയൻ ദിവാസ്വപ്നം കണ്ടിരുന്ന സമയത്താണ് ശബരിമല സ്വർണ്ണക്കള്ളക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നത്. ആർക്കായാലും മാനസിക വിഭ്രാന്തി ഉണ്ടായി പോകും ഇത്തരമൊരു സുവർണാവസരം കൈവിട്ടു പോകുമ്പോൾ. അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഇത് കാണണം. പല വൃത്തികേടുകളും, എന്ത് തെമ്മാടിത്തരങ്ങളും അധികാരം പിടിച്ചെടുക്കാനായി ഇവർ കാണിക്കും. നഗരൂരിൽ ഇന്നലെ ഉണ്ടായ ആ പോലീസ് ജീപ്പ് തടഞ്ഞിട്ട സംഭവം തന്നെ അതാണ്. അത് ഒരു സൂചനയാണ്. അടുത്തൊരു തവണ കൂടി LDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ക്രമസമാധാന ചുമതല കൈകാര്യം ചെയ്യുന്ന പോലീസുകാർക്ക് പോലും രക്ഷയില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് നഗരൂരിലേത്. ഇനി ജനങ്ങൾ തീരുമാനിക്കുക. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മറുപടി കൊടുക്കേണ്ടത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. അത് ഓർമ്മ